ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. മനുഷ്യരാശി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഭീകരതയെന്ന് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിനെതിരെ വ്യക്തവും ഏകീകൃതവുമായ സന്ദേശം നൽകി ടിയാൻജിൻ പ്രഖ്യാപനം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന 2 പേർ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ശരിയായ പോഷകാഹാരം ആരോഗ്യകരമായ ജീവിതം എന്ന പ്രമേയവുമായി ദേശീയ പോഷകാഹാര വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഓണക്കാലത്ത് സാധാരണക്കാർ അമിതമായി ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ സംസ്ഥാനത്ത് 2000-ഓളം കർഷക ചന്തകൾ ആരംഭിച്ചതായി മന്ത്രി പി പ്രസാദ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെയും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം സെയിലേഴ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. തീവ്രവാദത്തിനെതിരെ വ്യക്തവും ഏകീകൃതവുമായ സന്ദേശം നൽകി ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി. പ്രാദേശിക സഹകരണത്തിനും നവീന ആശയങ്ങൾക്കുമായി ഇന്ത്യ നൽകുന്ന സംഭാവനകളെ ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ ടിയാൻജിൻ പ്രഖ്യാപനത്തിൽ അംഗീകരിച്ചു. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അംഗരാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആഗോള ദർശനത്തെയും പ്രഖ്യാപനം പ്രശംസിച്ചു. മനുഷ്യരാശി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഭീകരതയെന്നും എല്ലാത്തരം ഭീകരതയെയും പ്രതിരോധിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയുടെ പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയറിയിച്ച രാജ്യങ്ങൾക്ക് ശ്രീ മോദി നന്ദി പറഞ്ഞു. ഷാങ്ഹായ് സഹകരണ സംഘടനയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും നയവും പ്രധാനമായും സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं. आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं. आतंकवाद का हर रंग में, हर रूप में विरोध करना. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന 2 പേർ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും ഒരു സ്ത്രീയുമാണ് മരിച്ചത്. ഈ വർഷം ഇതുവരെ 3 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കേരളത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. PCR പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളും ഇന്ന് സംസ്ഥാനത്തുണ്ടെന്ന് കോഴിക്കോട് നടന്ന ഒരു ഹെൽത്ത് കോൺക്ലേവിൽ മന്ത്രി പറഞ്ഞു. മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുള്ള എല്ലാ രോഗികളിലും അമീബയുടെ സാധ്യത കൂടി പരിഗണിക്കണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഷമീർ VK വ്യക്തമാക്കി. നേരത്തെ കണ്ടെത്തി കൃത്യമായി ചികിത്സ ആരംഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യുഡൈസ് പ്ലസ് റിപ്പോർട്ടിൽ കേരളം മുൻപന്തിയിലെത്തിയതായി അദ്ദേഹം അറിയിച്ചു. 2024-25 അക്കാദമിക വർഷത്തിൽ ദേശീയ ശരാശരിയേക്കാളും മികച്ച പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചതെന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ അഭിയാന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അക്കാദമിക നിലവാരം, വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, ലിംഗസമത്വം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാനം 1ാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഈ മാസം 15-ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ 12 ദിവസം സഭ സമ്മേളിക്കും. ആദ്യ ദിനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് സഭ പിരിയും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള ഉപധന അഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ധനവിനിയോഗ ബില്ലുമാണ് സമ്മേളനത്തിലെ പ്രധാന അജണ്ടകൾ. ദേശീയ പോഷകാഹാര വാരാചരണത്തിന് ഇന്ന് തുടക്കം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതും ആരോഗ്യകരമായ ജീവിതശൈലിയുടെയും പോഷകാഹാരത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതും ലക്ഷ്യമിട്ടാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് വാരാചരണം. ശരിയായ പോഷകാഹാരം, ആരോഗ്യകരമായ ജീവിതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ 180-ലധികം കോടി രൂപയുടെ 15 പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 98.79 കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളും 81.50 കോടി രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് നിർവഹിക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 717.29 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണക്കാലത്ത് സാധാരണക്കാർ അമിതമായി ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ ഇത്തവണ 2000-ഓളം കർഷക ചന്തകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കരുമാല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സ്ഥിരമായി വിൽക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സ്റ്റോക്കെടുപ്പ് കണക്കിലെടുത്ത് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. ഒന്നാം ഓണ ദിവസമായ വ്യാഴാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ഓണക്കാലത്ത് നാടെങ്ങും അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം ഒരുക്കുമ്പോൾ വർഷം മുഴുവൻ പൂക്കളമിടുന്ന വ്യത്യസ്തമായ പാരമ്പര്യമാണ് ഉത്തര കേരളത്തിലെ ചില ഭവനങ്ങളിലുള്ളത്. നാടൻ പൂക്കൾ ഉപയോഗിച്ച് രാവിലെ പൂക്കളം തീർത്തതിന് ശേഷമാണ് ഇവിടെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. കോഴിക്കോട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണത്തെ വരവേൽക്കാൻ അത്തം മുതൽ പൂക്കളമൊരുക്കുന്നതിൽ നിന്നും വ്യത്യസ്ത കാഴ്ചയാണ് ഉത്തര കേരളത്തിലെ ചില ഭവനങ്ങൾ. വർഷത്തിൽ 365 ദിവസവും പൂക്കളമൊരുക്കിയാണ് ഇവിടങ്ങളിൽ. വടകര, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രാദേശികമായി നിലനിന്നിരുന്ന സമ്പ്രദായമാണ് നിത്യ പൂക്കളം തീർക്കലും കോലം വരയ്ക്കലും. തുളു സംസ്കാരത്തിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് ഫോക്ലോർ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. വടകര ആയഞ്ചേരി കോവിലകത്തിൽ ഇപ്പോഴും ഈ പതിവ് തുടരുന്നു. നീലേശ്വരം ഭാഗങ്ങളിൽ പതിവായി കോവിലകത്ത് പരിസരങ്ങളിലും വിളക്ക് വെച്ച് അവിടെ ചെറിയ പൂക്കളം തീർക്കുന്ന പതിവുണ്ടായിരുന്നു. നടുവണ്ണൂർ പ്രദേശങ്ങളിലും ഈ പതിവുണ്ട്. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. വെള്ളിയാഴ്ച തിരുവോണ പൂജകൾ നടക്കും. അന്ന് ഓണസദ്യയും ഉണ്ടാകും. ഓണം പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 7-ന് രാത്രി 10-ന് നടയടയ്ക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥിക്ക് ഓണ നിവേദ്യത്തിനുള്ള അരിക്കായി കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെല്ല് കുത്തുന്ന ചടങ്ങുകൾ ആരംഭിച്ചു. ഇവിടെ തയ്യാറാക്കുന്ന അരി കാട്ടൂർ ഭട്ടതിരി തിരുവോണത്തോണിയിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കും. കോഴിക്കോട് ജില്ലാ ഓണാഘോഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ, മേയർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 7 വരെ ജില്ലയിലെ 9 വേദികളിലായാണ് പരിപാടികൾ. സർഗാലയിലെ പ്രവേശന ഫീസ് ഒഴികെ എല്ലാ വേദികളിലും പ്രവേശനം സൗജന്യമാണ്. ഓണക്കാലത്ത് മൂന്നാറിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കി KSRTC. വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് KSRTC പുതിയ ഉല്ലാസയാത്രാ സർവീസുകൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. KSRTCയുടെ മൂന്നാർ ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് സഞ്ചാരികൾക്കായി പുതിയ സർവീസുകൾ സംഘടിപ്പിക്കുന്നത്. പ്രകൃതി മനോഹാരിത നിറഞ്ഞ കാന്തല്ലൂർ, വട്ടവട, ചതുരംഗപ്പാറ, ആനക്കുളം എന്നിവിടങ്ങളിലേക്ക് പുതിയ ട്രിപ്പുകൾ നടത്തും. ദിവസേന രാവിലെ 9-ന് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6-ന് തിരിച്ചെത്തും വിധമാണ് ട്രിപ്പുകളുടെ ക്രമീകരണം. ഇതിനു പുറമെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പോകുന്ന ഡബിൾ ഡെക്കർ ബസ് ദേവികുളം, ലോക്ക്ഹാർട്ട്, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നു പോകും. ഹരിത ഓണം എന്ന ആശയം മുൻനിർത്തി ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന പൂക്കളം മത്സരത്തിന് ഇന്ന് തുടക്കം. മാലിന്യമുക്തം നവകേരളം എന്ന വിഷയത്തിലാണ് ശുചിത്വ പൂക്കളം നിർമ്മിക്കേണ്ടത്. ഈ മാസം 7-നകം പൂക്കളത്തിന്റെ വ്യക്തമായ ചിത്രം സഹിതം ഓണം പൂക്കളം 2025@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. വിശദ വിവരങ്ങൾക്ക് ശുചിത്വ മിഷൻ വെബ്സൈറ്റ്, സമൂഹമാധ്യമ പേജുകൾ എന്നിവ സന്ദർശിക്കുക. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30-ന് തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെ നേരിടും. വൈകുന്നേരം 6:45-ന് കാലിക്കറ്റ് ഗ്ലോബൽ സ്റ്റാർസ് കൊല്ലം സെയിലേഴ്സുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കർണാടക തീരത്ത് നാളെ മുതൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 412 പോയിന്റ് ഉയർന്ന 80,225-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 144 പോയിന്റ് നേട്ടത്തിൽ 24,572-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയും ഗ്രാമിന് 9,705 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യരാശി നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഭീകരതയെന്ന് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിനെതിരെ വ്യക്തവും ഏകീകൃതവുമായ സന്ദേശം നൽകി ടിയാൻജിൻ പ്രഖ്യാപനം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന 2 പേർ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ശരിയായ പോഷകാഹാരം, ആരോഗ്യകരമായ ജീവിതം എന്ന പ്രമേയവുമായി ദേശീയ പോഷകാഹാര വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഓണക്കാലത്ത് സാധാരണക്കാർ അമിതമായി ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ സംസ്ഥാനത്ത് 2000-ഓളം കർഷക ചന്തകൾ ആരംഭിച്ചതായി മന്ത്രി പി പ്രസാദ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെയും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം സെയിലേഴ്സിനെയും നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.